ആകെ ടെൻഷനിലാണ് ഗൈസ്. ഇത്തവണത്തെ തലവേദന നമ്മുടെ കേരള കോൺഗ്രസിനെ കുറിച്ചാണ്. കേരള കോൺഗ്രസിനെ ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് ഒരു ഇന്റലിജൻസ് വിവരം കിട്ടിയിട്ടുണ്ട്. അവരും കൂടെ പോയാൽ തീർന്നു. പൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് UDF ചോദിക്കുന്നു, പോരുന്നോ എന്റെ കൂടെ? പലതരം വിവാദങ്ങളും ചർച്ചകളും കൊണ്ട് തലവേദന എടുത്തിരിക്കുന്ന കോമ്രേഡ്സിന് മുന്നിലേക്ക് അടുത്ത തലവേദന വരുന്നു. കേരള കോൺഗ്രസ് UDFിലേക്കോ? PV അൻവറിനെ പോലുള്ള ഒരു UDFിലേക്ക് പോണ പോലെ അല്ലാട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ചതിക്കരുത്. കേരള കോൺഗ്രസും കൂടെ പോയ തീർന്ന്. എല്ലാവർക്കും എന്നെ മതി. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സ്ഥിതിക്ക് ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് പ്രയോഗിക്കാനാണ് UDFിന്റെ തീരുമാനം. എന്ത് വില കൊടുത്താലും വേണ്ടില്ല, കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ച് UDFിലേക്ക് എത്തിക്കണം. അവര് UDFിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരൊക്കെ ആരാ? പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ളൊരു മൂപ്പര് മിനിമം ഒരു ഉപമുഖ്യമന്ത്രി എങ്കിലും ആവുന്നു ഉറപ്പാണ്. പൊളിക്കണം നമുക്ക്. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എന്ത് ചെയ്യാം, പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ? വാർത്തയൊക്കെ നിഷേധിച്ച് ജോസേട്ടൻ രംഗത്തെത്തിയപ്പോഴാണ് നമ്മുടെ കോമ്രേഡ്സിന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്ത് വില കൊടുത്താലും ആരൊക്കെ വന്നാലും ഞാൻ എന്നും ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും ശങ്കിടാന്ന് ജോസേട്ടൻ പറഞ്ഞപ്പോ കോമ്രേഡ്സിന് ആശ്വാസമായി. ഇപ്പോൾ കാണുന്നത് അതിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും വലിയ നേതൃസ്ഥാനത്തേക്ക് വേണ്ട കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ UDFിൻ്റെ രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോൾ അതിൻ്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ആ കേരള കോൺഗ്രസിനെ ചൊല്ലി സൃഷ്ടിക്കുന്ന ഒരു അവസാനത്തെ ഒരു വാർത്തയാണത്. അതല്ല ജോസേട്ടാ, നിങ്ങളെ തിരുവമ്പാടി സീറ്റ് കാണിച്ച് പ്രലോഭിപ്പിക്കാനാണ് അണിയറയിൽ നീക്കം നടക്കുന്നത്. മുസ്ലിം ലീഗ് ആ സീറ്റ് നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ടെങ്കിൽ ജോസേട്ടൻ താനും മുന്നണി മാറിക്കോളുന്നുള്ള കണക്ക് കൂട്ടലാണ് പലർക്കും. ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതേണ്ട കാര്യമില്ല, ഒരിക്കലും എഴുതാറുമില്ല. ഇതൊക്കെ ചില PR വർക്കിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ്. അതോ ഒരിക്കലും ഈ പറഞ്ഞ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. ഈശ്വര ശക്തി തരൂ. എന്ത് സീറ്റ് കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടും കാര്യമില്ല. ഞങ്ങളുടെ ജോസേട്ടൻ ഇനിയൊരു മടങ്ങി വരവില്ല ഉണ്ണിയെന്ന് അങ്ങോട്ട് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നീ പൊന്നപ്പനല്ലടാ പങ്കപ്പെന്ന് ഞങ്ങളുടെ കോമ്രേഡ്സ് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ചെന്നിത്തലാജിയുടെ ഒക്കെ ആ ഒരു ചാക്കിട്ട് പിടിക്കൽ പ്ലാൻ അത് വാളിപ്പോയാ. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ജോസേട്ടൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പുള്ളിയുടെ മനസ്സിൽ തീയാണ്. പിന്നല്ലാണ്ട് മൂപ്പരുടെ കൂടെയുള്ളവർ മാത്രമല്ല, അണികളും പിന്നെ തോമസ് ചാഴികാടൻ അടക്കമുള്ള പല നേതാക്കൾക്കും ഇടതുപക്ഷത്ത് നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാഴികാടൻ സാറ് തോറ്റത് സൈക്കിളാണ് കണ്ടക്കട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴികാടൻ സാറ് തോറ്റത് ഇവിടുത്തെ സഖാക്കളുടെ കയ്യിലിരിപ്പോണ്ടാണെന്നാണ് പൊതുവെ ഉള്ളൊരു ടോക്ക്. അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അകത്തും പുറത്തും വിയോജിപ്പാണ്. ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും കുറച്ച് പരിപാടികൾ നടത്തി കാണിച്ചു കൊടുത്താൽ മാത്രമേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ നമുക്ക് സീറ്റ് ചോദിക്കാനുള്ള അർഹത ഉണ്ടാവുള്ളൂ, അവകാശം ഉണ്ടാവുള്ളൂ. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഓരോ സംശയം വേണ്ട, നമ്മുടെ ശക്തിക്കനുസരിച്ച് സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. സീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, വനം ഭേദഗതി ബില്ലടക്കം പല കാര്യത്തിലും നമ്മുടെ ജോസേട്ടനും ടീമിനും സർക്കാരിനോട് എതിർപ്പുണ്ട്. ആ എതിർപ്പ് മുതലാക്കി അവരെ എങ്ങനെങ്കിലും UDFിന്റെ ഒപ്പം കൂടെ നിർത്തണമെന്നാണ് UDF തീരുമാനിക്കുന്നത്. എന്റെ പൊന്നെ, ഈ തലവേദന കൂടെ നമ്മുടെ കോൺഗ്രസ് എങ്ങനെ താങ്ങും? വിധി പോലും വിറച്ചുപോയി. പാവൻ ജോസേട്ടന്റെ കാര്യമാണ് കഷ്ടം. മറുകണ്ഠൻ ചാടിയും പോയി ഇവിടെ നിന്നാണെങ്കിൽ വേണ്ട പരിഗണന കിട്ടണില്ല. ഇനിയിപ്പോ UDFിക്ക് പോയിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഇത്രയും കാലം പറഞ്ഞ നിലപാട്, അഭിമാനം ഇനി പോയില്ലെങ്കിൽ മൂപ്പരുടെ കൂടെയുള്ള ആൾക്കാരുടെ തമ്മിൽ തല്ല് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. പുറത്തേക്ക് ആരൊന്നും പറയണില്ലെങ്കിലും കേരള കോൺഗ്രസിന്റെയും UDFിന്റെ ഇടയിൽ പാലായിട്ട് നിൽക്കുന്നത് ലീഗാണ്. അവരെ അങ്ങോട്ട് വലിക്കാൻ നടത്തണം നീക്കം നമ്മൾ അറിയണില്ല എന്ന വിചാരം പാടുന്നു. മുസ്ലിം ലീഗ് ഈ പറഞ്ഞ പോലെ ഈ മുന്നണിയിൽ കൂടുതൽ നമ്മളിൽ നിന്ന് വിട്ടുപോയവരെ ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന് പിന്നെ ഒരു മാൻഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളതിന് തയ്യാറാണ്, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നോട്ട് ദ പോയിന്റ്, ഞങ്ങളുടെ അടുത്തുനിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു. ഇതൊന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടല്ല കേട്ടോ. സ്നേഹം, വെറും സ്നേഹം. സമയമാകുമ്പോ പറയും, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെ പാർട്ടിയിലെടുക്കാം. അപ്പൊ ഞാനിത് വാർത്ത കണ്ടിട്ടാണ് അറിയണത്. ഇതെന്താണ് സതീശേട്ടാ സ്വരത്തിലൊക്കെ ആകപ്പാടൊരു മാറ്റം?
അല്ല മൊത്തത്തിലൊരു സോഫ്റ്റ് ടച്ച് വന്നിട്ടുണ്ടല്ലോ. കുറച്ച് നാള് മുന്നേ വരെ കേരള കോൺഗ്രസിന്റെ UDF-ലേക്ക് എടുക്കുന്ന കാര്യം ചോദിക്കുമ്പോ കടിച്ചു കയറാൻ വന്നിരുന്നാണല്ലോ. അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? ആ വാർത്ത തെറ്റാണ്. കാരണം ഒരു തരത്തിലുള്ള ചർച്ചയും കേരള കോൺഗ്രസ് മണി വിഭാഗവുമായിട്ട് നടത്തിയിട്ടില്ല. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതുകൊണ്ട് ആ പറഞ്ഞതൊക്കെ സതീശേട്ടൻ അങ്ങ് മറന്നു. ഇനി നമുക്ക് കുറച്ച് മുന്നണി വിപുലീകരണം ആവാം. അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയും ചെയ്യും. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഇനി നമുക്ക് കുറച്ച് വീട്ടുകാര്യങ്ങളാവാം. പിന്നെ മക്കൾ രാഷ്ട്രീയത്തോട് കേരള കോൺഗ്രസിന് എന്നും വിയോജിപ്പണ്ടാ. അതെ, ഒരു വാർത്ത വരുന്നുണ്ട്. PG ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് പാർട്ടിയുടെ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ. ശക്തമായ അടിത്തറ ഇന്ന് UDF-ന് കേരളത്തിലുണ്ട്. ജയിക്കാവുന്ന ഒരു നല്ലൊരു സാധ്യതയുമുണ്ട്. മക്കൾ രാഷ്ട്രീയം മാത്രമല്ല മരുമക്കൾ രാഷ്ട്രീയം ചർച്ചയാവുന്നുണ്ട്. മാണി സാറിന്റെ മകൻ വേഴ്സസ് മാണി സാറിന്റെ മരുമകൻ. ജോസ് കെ മാണി എന്താണ് ഇങ്ങനെ വഴിതെറ്റി പോയെന്ന് എനിക്കറിയാൻ പാടില്ല പൊന്നു സാറേ എന്നാണ് മാണി സാറിന്റെ മരുമകൻ MP ജോസഫ് പറയണത്. നിർഭാഗ്യവശാൽ ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് ആ പേരുണ്ടെങ്കിലും അത് ഇടതുപക്ഷത്തേക്ക് പോയി മാണി സാറിനൊക്കെ ഒരുപാട് പീഡിപ്പിച്ച് അവസാന കാലങ്ങളിൽ കണ്ണുനീര് വർദ്ധിച്ച ഒരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പിണ്ടാക്കിയതാണോ? അങ്ങനെ കേരള കോൺഗ്രസിനെ തിരിച്ച് UDF-ലേക്ക് എത്തിക്കാൻ ലീഗ് മുൻപന്തിയിൽ നിന്ന് അക്ഷീണം പ്രയത്നിക്കുകയാണ്. ഞാനിനി അങ്ങോട്ടേക്ക് ഇല്ലാന്ന് ജോസേട്ടൻ തീർത്ത് പറഞ്ഞിട്ടും അതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് എന്താണ്? അതിന് പിന്നിലുള്ള ചേതോവികരം എന്താണ്? കാര്യം എന്തുട്ടാണെങ്കിലും വേറെ പ്രശ്നമൊന്നും ഇനി UDF-ന്റെ അകത്ത് ഉണ്ടാവാണ്ടിരുന്നാ മതി. അല്ല, ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുക്കാൻ UDF-ന് പണ്ടേ പറ്റാറില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി പറയാൻ പോണത് അൻവറേട്ടന്റെ സങ്കടങ്ങളെ കുറിച്ചാണ്. ആ സങ്കടങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. ഷോർട്ട് ബ്രേക്ക്. ഒരു അറസ്റ്റും ജാമ്യമൊക്കെ കഴിഞ്ഞപ്പോ അൻവറേട്ടന്റെ മുന്നിൽ UDF-ന്റെ വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നതാണ് മൂപ്പര് വിചാരിച്ചത്. ബട്ട് പണിപാളി ഗൈസ്. അൻവറേട്ടനെ മുന്നണിയിലേക്ക് എടുക്കാൻ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നാടിന് വേണ്ടിയിട്ടാണ് അൻവറേട്ടന്റെ ടീം ഫോറസ്റ്റ് ഓഫീസ് ചവിട്ടി തകർത്തത്. അങ്ങനെ ഒരു ധീരപുരുഷനെ നിങ്ങൾക്ക് താല്പര്യമില്ല? ഓഫീസില്ലാത്ത ഒരു സമയത്താണെങ്കിലും ഓഫീസ് അതിക്രമിച്ച് കയറി അവിടെ ബഹളം ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ ഒരു UDF-ലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല ഷൗക്കത്തേട്ടാ, അൻവറേട്ടന് വേണമെങ്കിൽ നിങ്ങൾ മുന്നണിക്ക് എടുത്തോട്ടോ. അത് നിങ്ങളുടെ മുന്നണിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കുന്നുള്ള ആറ്റിറ്റ്യൂഡാണ് മൂപ്പർക്കുള്ളത്. 9 വർഷമായിട്ട് എവിടെയായിരുന്നു എന്നൊരു ചോദ്യത്തിന് കൂടി അൻവർ സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ പലതും പറയും. അൻവറേട്ടൻ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ UDF-ന്റെ അകത്തുനിന്ന് മൂപ്പർക്ക് കിട്ടിയ പിന്തുണ. സോ അൻവറേട്ടന്റെ UDF പ്രവേശനമൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. അല്ലേ ചെന്നിത്തലാജി? ഒരാളിനെ ഒരു പ്രസ്ഥാനത്തെയോ UDF-ൽ എടുക്കുന്നതിന് ചില രീതികളുണ്ട്. അത് പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടി വരും, UDF ചർച്ച ചെയ്യേണ്ടി വരും. ഇതുവരെ PV അൻവറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും പാർട്ടിക്കകത്തോ മുന്നണിയിലോ നടന്നിട്ടില്ല. ഇതുവരെ ചർച്ച നടന്നില്ലേ? ആ മനുഷ്യന് ഇതൊക്കെ എങ്ങനെ താങ്ങും? പണ്ടത്തെ പോലെ അല്ല മൂപ്പര് പിഞ്ച് മനസ്സാ. എനിക്ക് ഒരു ഉപാധിയില്ല. UDF-നോടൊപ്പം നിന്ന് പിണറായി ഗവൺമെന്റിന്റെ 140 സീറ്റിൽ 10 സീറ്റിൽ അവർ ഒതുക്കാൻ പറ്റുമോ നോക്കും. അൻവറേട്ടൻ വിഷമിക്കാണ്ടിരിക്കെ. വേറെ ആരും കൂടെ നിന്നില്ലെങ്കിലും സുധാകരേട്ടനെങ്കിലും കൂടെ നിൽക്കും. ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ സതീശേട്ടൻ ഇറങ്ങി നിന്നപ്പോ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് സുധാകരൻ ജിയല്ലേ? വ്യക്തിപരമായി അൻവറിന്റെ പഴയ സഹപ്രവർത്തകനാണ് ഞാൻ. കോൺഗ്രസിലുള്ള കാലത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ഞങ്ങളുടെ നല്ല ബന്ധമാണ്. അതിനപ്പുറത്ത് അതേക്കുറിച്ചൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അത് ഞാൻ ഒറ്റക്ക് പറയേണ്ടതല്ല. അത് ഞങ്ങളൊരു ചർച്ച നടത്തി പറയേണ്ടതാണ്. എന്നെ കൊടുക്കല്ലേ ഞങ്ങൾ കേട്ടോ. അൻവറേട്ടന്റെ UDF പ്രവേശനം പാതി വഴിയിൽ നിൽക്കാണ്. UDF-ന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി അൻവറേട്ടൻ UDF-ന്റെ പടിവാതിക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുക. പാവം അൻവറേട്ടൻ ആരെങ്കിലും അഭയം കൊടുക്കണത് ഏത് നൂറ്റാണ്ടിലാണാവോ? പുരാണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാ.